ശബരിമല സ്വർണ്ണക്കവർച്ച കേസിൽ നിർണായക നീക്കം. ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥൻ മുരാരി ബാബുവിനെ അറസ്റ്റ് ചെയ്തതിന് പിന്നാലെ ഇയാളെ വൈദ്യപരിശോധന നടത്തി. പിന്നീട് റാന്നി കോടതിയിലേക്ക് പോലീസ് വാഹനത്തിൽ കൊണ്ടുപോയി. പ്രജിത്ത് മോഹനൻ ചേരുന്നു വിവരങ്ങളുമായി. പ്രജിത്ത്, മുരാരി ബാബുവിൻ്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നു. മുരാരി ബാബുവിനെ ഇന്ന് ചോദ്യം ചെയ്തപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയും ഉണ്ടായിരുന്നു. അന്വേഷണ സംഘം ഇത് സംബന്ധിച്ച് എന്തെങ്കിലും സൂചനകൾ നൽകുന്നുണ്ടോ? അനിൽ, ഇന്ന് മുരാരി ബാബുവിനെ ചോദ്യം ചെയ്തു വന്നതിനപ്പുറത്തേക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ഒരുമിച്ച് ചോദ്യം ചെയ്തെന്ന കാര്യത്തിൽ നമുക്ക് ഈ ഘട്ടത്തിൽ വ്യക്തതയില്ല. പക്ഷേ മുരാരി ബാബുവിനെ ചോദ്യം ചെയ്ത അതേ ബിൽഡിംഗിൽ തന്നെ, അതേ ഓഫീസിൽ തന്നെ ഈ പറയുന്ന രീതിയിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയും ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. എന്തായാലും ഇന്ന് പ്രത്യേക സംഘത്തിനൊപ്പം തന്നെ പ്രത്യേക സംഘത്തിന് മേൽനോട്ടം വഹിക്കുന്ന ADGP എസ് വെങ്കടേശം ഇന്ന് അവിടെ എത്തിയിരുന്നു. മുരാരി ബാബുവിനെ ചോദ്യം ചെയ്യുന്ന സ്ഥലത്ത് ഒരു 15 മിനിറ്റ് അദ്ദേഹം ചെലവഴിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയും മുരാരി ബാബുവും തമ്മിൽ, അല്ലെങ്കിൽ രണ്ടുപേരെയും ഒരുമിച്ചിരുത്തിയുള്ള ചോദ്യം ചെയ്യലുകൾ അത് വരും ദിവസങ്ങളിൽ ഉണ്ടാകുമെന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇന്ന് രാവിലെ മുരാരി ബാബുവിനെ കുറച്ചു നേരം ചോദ്യം ചെയ്തിരുന്നു. അതിനുശേഷം ജനറൽ ആശുപത്രിയിൽ മെഡിക്കൽ വൈദ്യപരിശോധനയ്ക്ക് ഹാജരാക്കിയ ശേഷം അവിടെ നിന്നും നേരെ പത്തനംതിട്ടയിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. റാന്നി കോടതിയിലോ അല്ലെങ്കിൽ മജിസ്ട്രേറ്റിന്റെ വീട്ടിലോ ആയിരിക്കും ഇന്ന് മുരാരി ബാബുവിനെ ഹാജരാക്കിയ ശേഷം അന്വേഷണ സംഘം കസ്റ്റഡിയിൽ വാങ്ങുന്നത്. അതിനുശേഷമായിരിക്കും ഈ തുടർ നടപടികളിലേക്ക് പോവുക. പ്രത്യേകിച്ച് മുരാരി ബാബുവിൽ നിന്ന് ലഭിച്ച വിവരങ്ങൾ, ഇതിനോടൊപ്പം തന്നെ ദേവസ്വം ബോർഡിലെ രേഖകളും അടക്കം പരിശോധിച്ച് അത് വീണ്ടും മുരാരി ബാബുവിനെ വിശദമായി ചോദ്യം ചെയ്യേണ്ടതുണ്ട്. അതിനോടൊപ്പം ശേഷം ഉണ്ണികൃഷ്ണൻ പോറ്റിക്കൊപ്പം ഇരുത്തിയുള്ള ചോദ്യം ചെയ്യലും അതിനൊപ്പം നടക്കും. അതിനുശേഷമായിരിക്കും മറ്റു നടപടികളിലേക്ക്, പ്രത്യേകിച്ച് ഇനി ഈ അന്വേഷണ സംഘത്തിലെ കണ്ടെത്തലുകൾ അടക്കമുള്ള, അല്ലെങ്കിൽ വിജിലൻസ് അടക്കം കണ്ടെത്തിയിട്ടുള്ള FIR അടക്കം പേര് രേഖപ്പെടുത്തിയിട്ടുള്ള മറ്റ് ദേവസ്വം ഉദ്യോഗസ്ഥർ, പ്രത്യേകിച്ച് അന്ന് ശബരിമല എക്സിക്യൂട്ടീവ് ഓഫീസറായിരുന്ന സുധീഷ് കുമാർ, അതോടൊപ്പം തന്നെ അന്നത്തെ ദേവസ്വം സെക്രട്ടറി അടക്കമുള്ളവരെ വിളിച്ചു വരുത്തി മൊഴിയെടുക്കുകയും പിന്നീട് ആവശ്യമെങ്കിൽ അറസ്റ്റ് രേഖപ്പെടുത്തുകയും ചെയ്യുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുമെന്നുള്ളതാണ്. അതിനുശേഷമായിരിക്കും ഈ അന്വേഷണത്തിലെ ഏറ്റവും നിർണായക ഘട്ടമായ അന്നത്തെയും ഇന്നത്തെയും ദേവസ്വം ബോർഡിന്റെ പ്രധാനപ്പെട്ട, പ്രത്യേകിച്ച് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അല്ലെങ്കിൽ ദേവസ്വം ബോർഡിലെ മെമ്പേഴ്സ്, അംഗങ്ങൾ എന്നിവരടക്കമുള്ളവരെല്ലാം വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യുന്ന നടപടികളിലേക്ക് പോവുക. ഇപ്പോൾ 2 കേസുകളിൽ ദേവസ്വം ബോർഡ് നേരിട്ട് അല്ലെങ്കിൽ പ്രതിപത്തിയിലുള്ള സാഹചര്യമുണ്ട്. ഒന്ന് കട്ടിളപ്പാളി കടത്തിയ കേസിൽ, അതിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ അറസ്റ്റ് ഇതുവരെ രേഖപ്പെടുത്തിയിട്ടില്ല. ആദ്യ കേസിൽ മാത്രമാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. നമ്മൾ മനസ്സിലാക്കുന്ന അനുസരിച്ചാണെങ്കിൽ ആദ്യഘട്ടത്തിലെ കേസിന്റെ അതിന്റെ ഒരു കസ്റ്റഡി കാലാവധി കഴിയുന്ന സമയത്തായിരിക്കും രണ്ടാമത്തെ കേസിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തുക എന്നുള്ളതാണ്. അങ്ങനെ ആ രണ്ടാമത്തെ കേസാണ് കട്ടിളപ്പാളി കേസ്. ആ കട്ടിളപ്പാളി കടത്തിയ കേസിൽ ദേവസ്വം ബോർഡിലെ പേര് വെച്ചിട്ടില്ലെങ്കിലും, അംഗങ്ങളുടെ പേര് വെച്ചിട്ടില്ലെങ്കിലും അന്നത്തെ ദേവസ്വം ബോർഡ് അംഗങ്ങൾ എന്നിവർ ആ കേസിൽ പ്രതിയാണ്. അതോടൊപ്പം തന്നെ ഈ ഗൂഢാലോചന സംബന്ധിച്ച് ഇപ്പോൾ ഹൈക്കോടതി എടുത്തിരിക്കുന്ന കേസിലും ഈ പറയുന്ന ആളുകളൊക്കെ ഒരു അന്വേഷണ പരിധിയിലേക്ക്, ചോദ്യ പരിധിയിലേക്ക് വരും. ആ ഘട്ടത്തിലായിരിക്കും ഈ ദേവസ്വം ബോർഡ് പ്രസിഡന്റ്, മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് A പത്മകുമാർ, ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിരുന്ന N വാസു, അതോടൊപ്പം തന്നെ നിലവിലത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റും അംഗങ്ങളും ഒക്കെ ഒരു പക്ഷേ ഈ ചോദ്യം ചെയ്യലിന്റെ ഘട്ടത്തിലേക്ക് വരും. അവർക്ക് ഈ ഗൂഢാലോചനയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യങ്ങൾ നേരിടേണ്ടി വരുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. അപ്പോഴായിരിക്കും ഈ നിർണായകമായ ഒരു അന്വേഷണ ഘട്ടത്തിലേക്ക് SIT കടന്നു എന്ന് നമുക്ക് പറയാൻ കഴിയുക. നിലവിൽ എന്തായാലും ഇനി വരും ദിവസങ്ങളിൽ ഈ പറയുന്ന ദേവസ്വം ഉദ്യോഗസ്ഥർ, അതോടൊപ്പം അവരുടെ ചോദ്യം അല്ലെങ്കിൽ അവരുടെ മൊഴിയെടുപ്പ് അടക്കമുള്ള കാര്യങ്ങൾ ഉണ്ടാകും. അതിനുശേഷം ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ വിവിധ സംസ്ഥാനങ്ങളിലെത്തിയിരിക്കും. പ്രത്യേകിച്ച് സ്മാർട്ട് ക്രിയേഷൻസിന്റെ ആസ്ഥാനമായ ചെന്നൈ, അതോടൊപ്പം തന്നെ ഹൈദരാബാദ്, ബാംഗ്ലൂർ എന്നിവിടങ്ങളിലൊക്കെ എത്തിച്ചുള്ള തെളിവെടുപ്പും ഉണ്ടാകും. അതിനിടയിൽ ശബരിമലയിലും ഉണ്ണികൃഷ്ണൻ പോറ്റിയെ എത്തിച്ച് തെളിവെടുക്കാനുള്ള സാധ്യതയും നിലനിൽക്കുന്നുണ്ട്. ശബരിമല സ്വർണ്ണക്കവർച്ച കേസിൽ നിർണായക നീക്കം. ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥൻ മുരാരി ബാബുവിനെ അറസ്റ്റ് ചെയ്തു. മുരാരി ബാബുവിനെ റാന്നി കോടതിയിലേക്ക് പോലീസ് വാഹനത്തിൽ കൊണ്ടുപോയി. പ്രജിത്ത് മോഹനാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്.